വിശ്വാസികളെയും പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്ന ഒരു അതിമനോഹരമായ ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികളുടെ ഉപമ. ഒരു വീട്ടുടമസ്ഥന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ തൊഴിലാളികളെ പല സമയങ്ങളായി വിളിക്കുന്നു. പുലർച്ചെ 3-ാം മണി, 6-ാം മണി, 9-ാം മണി, ഒടുവിൽ 11-ാം മണിയിലും. എന്നാൽ സന്ധ്യയിൽ വേതനം നൽകുമ്പോൾ എല്ലാവർക്കും ഒരേ വേതനം തന്നെയാണ് നൽകുന്നത്. ഈ സംഭവം കണ്ടപ്പോൾ ആദ്യം വന്ന തൊഴിലാളികൾ അസ്വസ്ഥരാകുന്നതായി കാണാൻ സാധിക്കുന്നു. അപ്പോൾ വീട്ടുടമ പറയുകയാണ്, എൻ്റെ സ്വത്തിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലേ. ഈ ഉപമയിലൂടെ യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ മഹത്തായ സത്യത്തെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും തുറന്നതാണ്. ഈ ഉപമയിൽ മുന്തിരിത്തോട്ടം ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു. തോട്ടത്തിൻ്റെ ഉടമ ദൈവത്തെയും സൂചിപ്പിക്കുന്നു. തൊഴിലാളികൾ മനുഷ്യരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം മനുഷ്യരെ വിവിധ സമയങ്ങളിൽ തൻ്റെ രാജ്യത്തിലേക്ക് വിളിക്കുന്നു. ചിലർ ബാല്യത്തിൽ തന്നെ ദൈവത്തെ അറിയുന്നു, ചിലർ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നു. പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരിൽ ഒരാളായ സെൻറ് ജോൺ ദ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വിളി വിവിധ സമയങ്ങളിൽ വരാം, പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ തന്നെയാണ് എന്ന്. അതിനാൽ ദൈവരാജ്യത്തിൽ മനുഷ്യരുടെ സ്ഥാനമോ സമയമോ അല്ല പ്രധാനമായിട്ടുള്ളത്, ദൈവ കൃപയാണ് അതിപ്രധാനം. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് അസൂയയും പരാതിയും ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. പുലർച്ചെ വന്ന തൊഴിലാളികൾക്ക് 1 ദിനാർ വേതനം നൽകുമെന്ന് ഉടമ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവസാനമായി വന്നവർക്കും അതേ വേതനം നൽകിയപ്പോൾ അവർ പരാതിപ്പെടുന്നു. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വലിയ ദൗർഭാഗ്യമാണ്, അതായത് അസൂയ എന്ന് പറയും. വലിയമാർ ബസേലിയോസ് പറയുന്നുണ്ട്, അസൂയ മനുഷ്യൻ്റെ ഹൃദയത്തെ ഇരുട്ടാക്കുന്ന ആത്മീയ രോഗമാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ടാൽ നമുക്ക് അസൂയ തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തർക്കും അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ലഭിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. 3-ാമതായി ചിന്ത എന്നുള്ളത് അവസാനത്തവർ ആദ്യം ആകും. ഈ ഉപമയുടെ അവസാനം യേശു പറയുന്നുണ്ട്, പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകുമെന്ന്. ഇതൊരാത്മീയ സത്യമാണ്. ദൈവരാജ്യത്തിൽ മനുഷ്യരുടെ സ്ഥാനവും ബഹുമാനവും അവരുടെ സമ്പത്താലോ സ്ഥാനത്താലോ തീരുമാനിക്കപ്പെടുന്നില്ല. വിനയം, വിശ്വാസം, ദൈവസ്നേഹം എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത്. പരിശുദ്ധ എഫ്രൈം ദ സിറിയൻ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ വാതിൽ വിനയമുള്ളവർക്കാണ് തുറക്കപ്പെടുന്നതെന്ന്. പ്രിയരെ, 3 ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. 1, ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും ലഭ്യമാണ്. 2, അസൂയ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. 3, വിനയമുള്ളവരാണ് ദൈവരാജ്യത്തിൽ ഉയരുന്നത്. പ്രിയ വിശ്വാസ സമൂഹമേ, ദൈവം നമ്മെ ഏത് സമയത്താണ് വിളിച്ചാലും ആ വിളിയെ സന്തോഷത്തോടെ സ്വീകരിക്കണം. മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ട് അസൂയപ്പെടാതെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയണം. മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികളുടെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവരാജ്യത്തിൽ എല്ലാം കൃപയിലാണ്. ദൈവം നമ്മെ വിനയത്തിലും വിശ്വാസത്തിലും വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.